ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ കാര്യത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതായത് അടുത്ത 4 വർഷത്തേക്ക് ഇനി ISL ക്ലബ്ബുകളാണ് നടത്തുക. അക്കാര്യത്തിൽ ഇന്നലെയാണ് ഒരു തീരുമാനം വന്നത്. ഇതിന് പുറമെ മറ്റൊരു വിപ്ലവകരമായ മാറ്റം കൂടി ISLൽ സംഭവിക്കുകയാണ്. ഖേൽനോവിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് ഫുട്ബോളിൽ അഥവാ ISLൽ ഇപ്പോൾ ഇന്ത്യൻ വംശജരായ താരങ്ങൾക്ക് കോട്ട അനുവദിക്കുകയാണ്. നേരത്തെ ഒരു റൂൾ ഉണ്ടായിരുന്നു. ഓരോ ടീമിലും ഒരു ഏഷ്യൻ താരം അഥവാ AFCക്ക് കീഴിലുള്ള ഒരു താരം ഉണ്ടായിരിക്കണം എന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എടുത്തു മാറ്റി. അത്തരത്തിലുള്ള ഒരു നിയമമാണ് പുതിയതായി കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഓരോ ടീമിലും ഇന്ത്യൻ വംശജരായ ഒരു താരത്തെ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അഥവാ PIO അതല്ലെങ്കിൽ OCI താരങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിബന്ധന, ഒരു റൂൾ ഇനി വരാൻ പോവുകയാണ്. ഇന്ത്യൻ വംശജരായ താരങ്ങളെ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നടപ്പിലാക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ചൗബെ ഇതേക്കുറിച്ച് ആലോചിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതായത് പല ക്ലബ്ബുകൾക്കും ഇതിൽ എതിർപ്പുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നാൽ പല ഇന്ത്യൻ വംശജരായ താരങ്ങൾക്കും വലിയ സാലറിയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ സാലറിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പല വിദേശ താരങ്ങളും ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഇവർക്ക് നൽകേണ്ടി വരികയാണ് എന്നാണ് ISLലെ ഒരു ക്ലബിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. ബജറ്റിന് അനുയോജ്യമായ OCI താരങ്ങൾ അഥവാ ഇന്ത്യൻ വംശജരായ താരങ്ങളെ ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങൾ സൈൻ ചെയ്യും, അവരെ കളിപ്പിക്കാം എന്നാണ് ക്ലബ്ബുകൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഓരോ ടീമിലും നിർബന്ധമായും ഒരു PIO അതല്ലെങ്കിൽ OCI താരം ഉണ്ടായിരിക്കണം എന്ന ഒരു റൂളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അത് കൂടുതൽ താരങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും. മാത്രമല്ല 1-2 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രമാണ് അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഭാവിയിൽ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.